ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തുടങ്ങിയത് 4 മണിക്കാണ്. ഇപ്പോൾ 5:20 കഴിഞ്ഞു. ഈ ഒരു 1.5 മണിക്കൂർ ഇടയിൽ ഞാൻ ചെയ്ത കാര്യം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് അപ്പോൾ നിങ്ങളത് കണ്ടു കാണും. അപ്പോൾ ഒരു വിഷയത്തിൻ്റെ ടെസ്റ്റ് പേപ്പറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഇന്നലെ രാത്രി നോക്കാനൊക്കെ ഇന്നലെ 4 മണിക്ക് എണീക്കണമെങ്കിൽ ഇന്നലെ 9 മണിക്ക് ഉറങ്ങിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് അന്ന് എടുക്കാൻ വിചാരിച്ചു. അതിൻ്റെ തലേ ദിവസം വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ബർത്ത്ഡേയിൽ അന്നേ പറഞ്ഞു പിന്നെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വെറും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്, സ്കൂൾ അഡീഷനാണ്. അപ്പോൾ സമയം ഇപ്പോൾ 5:25 കുറച്ചുകൂടെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ അതുകൂടെ നോക്കിയിട്ടുണ്ട്. ഇനി സ്കൂളിൽ പോയിട്ട് ഒന്നുകൂടെ നോക്കിയാലേ എനിക്കൊരു സമാധാനം വരട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പം വെനസ്ഡേ ആണ്. അപ്പോൾ സ്കൂളിൽ പോകണമെന്ന് ബുക്ക് അടിക്കുമായിരിക്കും. ഗൈസ്, അപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാറേ ഇല്ല. അത് ഭയങ്കര വെയിറ്റാണ്. അതുകൊണ്ട് കൊണ്ടുപോകണം എന്തിനെന്ന് എനിക്കറിയില്ല. ഇതാണ് ബാഗ്. ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെടുത്ത് ഇവിടെ വയ്ക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് 4 മണിക്ക് എണീച്ചാൽ ഉറക്ക സീനുണ്ട്. കുഴപ്പമില്ല. ഇന്ന് സ്കൂളിൽ ഇടാനുള്ള യൂണിഫോം പിടിക്കണ്ട, ഇവിടെ എവിടെ ഉണ്ട്. അത് അയൺ ചെയ്യണം. ഞാൻ പണ്ട് തൊട്ട് തേക്കും. ആ ടേപ്പല്ല, ഈ ടേപ്പ് യൂണിഫോം അയൺ ചെയ്യുക. അപ്പം അത് അയൺ ചെയ്യുന്ന സമയത്ത് ഞാൻ സൈഡിൽ കൂടെ വേറെ ഒന്നും കൂടെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ യൂണിഫോം അയൺ ചെയ്ത് കഴിഞ്ഞു. യൂണിഫോം അയൺ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്കിനി ഞാൻ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഉപ്പും മുളകിൻ്റെ സീസൺ 3 ആണ്. അതിൽ 2nd എപ്പിസോഡാണ്. ഞാൻ കൊച്ചിയിലോട്ട് ഇത് കണ്ടു തുടങ്ങി. അപ്പോൾ തിരിച്ചു പോയി. ഇടയ്ക്കത് നിന്ന സമയത്ത് വേറെ എല്ലാം കാണുമായിരുന്നു. ഇപ്പോൾ എന്നാലും പോലും എനിക്ക് 10 മിനിറ്റ് ഇനി 21 സെക്കൻഡ് കൂടെ ഉണ്ട് അയൺ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അത് പോയി ബാക്കി കാണട്ടെ. അതിൻ്റെ വിഷ്വൽസ് ഞാൻ ക്യാപ്ചർ ചെയ്യാനില്ലായിരിക്കും. കോപ്പിറൈറ്റ് കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം. ഫ്രഷായിട്ട് ഉടൻ തന്നെ യൂണിഫോം ഇടില്ല. കാരണം
ഇന്ന് വെനസ്ഡേ ആണ്, അപ്പോൾ വൈറ്റ് യൂണിഫോം ആണ്. അപ്പം അതിൽ കളറായ പിന്നെ അത് മാറ്റാൻ കുറേ സമയം പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്രഷായിട്ട് വേറെ, അതായത് വൈകിട്ട് വന്നിട്ട് ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് ഇട്ടിട്ട് കഴിച്ച ശേഷം യൂണിഫോം ഇടാൻ വേണ്ടി ഇവിടെ വരും. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഫ്രഷ് ആവുന്ന മുമ്പ് എനിക്ക് ഇട്ടേക്കണ കുറച്ച് ഊരാനുണ്ട്. ഇവിടെ ഈ മരേൻ്റെ കോല് പിടിച്ചിരിക്കണോണ്ടാണ് വെളിച്ചം കുറവ്, അല്ലെങ്കിൽ ഈ സമയത്ത് നല്ല വെളിച്ചം വരേണ്ടതാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കാൻ ബാൻ ഊരി, അകത്തൊരു മാലയുണ്ട്. ഈ മാലയൊന്നും എൻ്റെ അല്ല, മാല ഓണമല്ല ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ആരൊന്നും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഇനി ഊരിയിട്ട് വീണ്ടും ഇടേണ്ട ആവശ്യമില്ലാണ്. സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇത് കാണില്ല. സ്കൂളിൽ ഒന്നും ഇട്ടൂല. കുറേ പിള്ളേർ ഇട്ടുകൊണ്ട് വരും, അത് വെച്ച് പൊക്കിയാൽ തീർന്നു. അപ്പോൾ ഞാൻ പോയി ഫ്രഷായിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഇപ്പം എൻ്റെ റൂമിൽ വെളിച്ചെല്ലാം വന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരു കഴിക്കണമായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ അത് ഡേ ഇൻ മൈ ലൈഫിൽ അത് ഒരു എഫിഷ്യൽ ഫാക്ടർ ആയതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പോൾ ഞാനിപ്പോൾ യൂണിഫോം ഇട്ടിട്ട് വരാം. അപ്പോൾ അതാ യൂണിഫോം ഇട്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വെനസ്ഡേ വൈറ്റ് യൂണിഫോം ആണ്, ബാക്കി ദിവസം ഗ്രേ യൂണിഫോം. അപ്പോൾ സമയം ഇപ്പം 7:26 ഇതൊരു 7:40 കഴിയുമ്പോൾ ഇറങ്ങുള്ളൂ. അപ്പോൾ കുറച്ച് നേരം യൂട്യൂബിൽ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അല്ല, ഇപ്പോൾ ഇതുവരെ എടുത്തതിൻ്റെ ഞാൻ എഡിറ്റിങ് ചെയ്യുവാണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത് പോകണം, കാരണം ലാസ്റ്റ് എല്ലാം കൂടെ എഡിറ്റ് ചെയ്യാൻ നിന്നാൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഇതുവരെ എടുത്തതങ്ങ് എഡിറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ സ്കൂളിൻ്റെ ബ്ലോഗ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ എടുക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പം ഇവിടെ മഴ ഇടിഞ്ഞ് വരണുണ്ട്, അപ്പോൾ മിക്കവാറും കാറിലേക്ക് പോകാൻ ചാൻസ് കൂടുതൽ. കാറിലാണെങ്കിൽ വീഡിയോ എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകും. ഫുൾ യൂണിഫോം അല്ല, സോക്സ് ഇടാനുണ്ട്, സോക്സും ഷൂസും ബെൽറ്റും ഇടാനുണ്ട്. അതെല്ലാം ഇട്ട് ഞാൻ സ്കൂളിൽ പോയി. അപ്പം ബൈ.
ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തി. ഇപ്പോൾ സമയം 4:50. ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസും മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് വരുമ്പോഴും ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ കുറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി ഒന്ന് ഫ്രഷായിട്ട് വരാം. അതിനു മുമ്പ് യൂട്യൂബിൽ ഷോർട്സ് ഷെഡ്യൂളായിട്ട് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റയിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് ഞാൻ വരാം. അപ്പോൾ ഞാൻ ഫ്രഷായി വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ബാഗ് കൂടി. ഇതൊരു വീട്ടിലുള്ള ദിവസമായിരുന്നെങ്കിൽ എൻ്റെ സ്നാക്സ് ടൈമാണ്. സ്നാക്സ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ്, ലേസ്. പിന്നെ ഞാൻ 30 രൂപയ്ക്ക് വാങ്ങി. ഇന്ന് വൈകിട്ട് ഞാൻ ഇപ്പം നൂഡിൽസ് കഴിച്ചുകൊണ്ട് ഇന്ന് 30 രൂപയ്ക്ക് വാങ്ങിക്കും. ഇല്ലെങ്കിൽ ഞാൻ 40 രൂപയ്ക്കാണ് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് വരാം. ഇപ്പോൾ സമയം 5:42. എനിക്കൊരു 6 മണിയാകുമ്പോൾ തുടങ്ങിയാണ് ഹോംവർക്സും. പിന്നെ ഇന്ന് നടത്താൻ വെച്ചിരുന്ന ടെസ്റ്റ് പേപ്പർ നടത്തിയില്ല. അത് നാളെ നടത്തുമെന്ന് പറഞ്ഞു. അപ്പം അത് ഒന്നും കൂടി നോക്കണം. അതൊന്നുകൂടെ നോക്കേണ്ടി വരും. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിച്ചില്ല. ഞാനത് ചെയ്യാനുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന കാര്യമുള്ളതാണല്ലോ ഡേ ഇൻ മൈ ലൈഫ്. അത് ഞാൻ ചെയ്യാം. അപ്പോൾ പോയി പുസ്തകം എടുക്കട്ടെ. ഇപ്പോൾ സമയം 7:05 കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു വീട്ടിലൊരു ഗുഡ്സ് എത്തിക്കുന്നുണ്ട്. ആ ഗുഡ്സ് എനിക്ക് വാങ്ങിച്ചിട്ട് അത് താഴെ കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് അത് തിരിച്ച് വാങ്ങിച്ച കടയിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇരുട്ടാണ്. വിഷ്വൽസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. ഞാൻ പോയ കാര്യം നടന്നില്ല. ആ കടയിൽ ആ സാധനമില്ല. അപ്പോൾ ആ സാധനം ഇല്ലാണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പം എൻ്റെ ഇപ്പോൾ സമയം 7:15 ആവാറായി. അപ്പോൾ ഞാൻ എൻ്റേതായാലും രാത്രിത്തെ കഞ്ഞി കുടിച്ചിട്ട് വരാം. ഇപ്പോൾ ഇപ്പോൾ സമയം 7:54. ഞാൻ ടെസ്റ്റ് വായിച്ച് തയ്യാറായിട്ടില്ലായിരുന്നു. ഒരു 5 പേജസ് കൂടി വായിക്കുന്നുണ്ട്. ഞാൻ ഇതേ വിഷയം തന്നെയാണ് രാവിലെ എണീച്ചെന്ന് നോട്ട് വായിച്ചത്. ടെസ്റ്റ് കൂടെ വായിച്ചിട്ട് ടെസ്റ്റിൻ്റെ ബാക്കിലുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നോക്കണ്ട. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ കുറച്ച് പഠിച്ചു. ബാക്കി നോക്കട്ടെ. ബാക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. അതിപ്പോൾ തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വെനസ്ഡേ ആണ്. അത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ആവും. ഫ്രൈഡേ സാറ്റർഡേ ഞാൻ ഇടുള്ളൂ. അപ്പോൾ ഇപ്പം 5 മിനിറ്റ് എനിക്കുണ്ട്. ഇനി 8 മണിക്ക് ഞാൻ ബാക്കി നോക്കുള്ളൂ. അപ്പോൾ 7:55. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി റീൽസോ യൂട്യൂബ് ഷോർട്സോ വല്ല കാണും. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയതുകൊണ്ട് തന്നെ രാവിലെ 8:15 തൊട്ട് 4 മണിയെന്ന് കൂട്ടാം. 4 മണി വരെ ഞാൻ സ്കൂളിലായിരുന്നല്ലോ. അവിടെ സംഭവം എന്താ, സ്കൂളിൽ നടന്ന കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് 9:00 ക്ലാസ്സുള്ളൂ. പക്ഷെ നമ്മുടെ സ്കൂളിൽ 10-നും 12-നും സ്പെഷ്യൽ പരിഗണനയാണ്. അതായത് അവർക്ക് 8:30 തൊട്ട് 4:30 വരെയാണ്. അപ്പോൾ അവിടെ പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ആ പുതിയ ബിൽഡിംഗ് അവിടെ
എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂൾ തുറക്കണ മുമ്പ് വരെ പറഞ്ഞത് പുതിയ ബിൽഡിംഗ് തരുമെന്നാണ്. സ്കൂൾ വന്ന് ക്ലാസ് ഇരുന്ന പഴയ ബിൽഡിംഗ്, അതായത് ബോർഡർ, അതായത് ഇവിടെയാണ് എൻ്റെ ക്ലാസ്സെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പത്ത് പോയ പുതിയ ബിൽഡിംഗ്, അപ്പത്ത് പോയ പഴയ ബിൽഡിംഗ്, ആ രീതിയിലാണ് ക്ലാസ് ഇരിക്കുന്നത്. അതിനുശേഷം ഓരോ പേര് 11th പല പല സ്ട്രീം എടുക്കും. ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സ് പല സ്ട്രീം എടുക്കും. അപ്പോൾ അവരെ കാണാൻ പോകും. കാരണം അവരെല്ലാം ഒരു 8:45 8:40 വരും. അതിന് ഓരോ പിരീഡ് കടന്നു പോയി. ഇന്ന് ഒരു ടീച്ചറിൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ടീച്ചർമാർ ഒരുമിച്ച് പോകത്തില്ലല്ലോ, ഒരു ഗ്രൂപ്പ് ടീച്ചർമാർ പോയിട്ട് വരുമ്പോൾ അപ്പോൾ അതിൽ പോയ ടീച്ചറാണ് ആ സബ്ജക്റ്റാണിത്. അപ്പോൾ ആ സമയത്ത് ഇന്ന് 2 പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു പീരീഡ് MCQs മാത്രമേ തന്നുള്ളൂ. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇനി എഴുതുന്നുണ്ട്. ആൻസേഴ്സ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിന് എഴുതിയത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ 2 പേജും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഇന്ന് ടെസ്റ്റ് പേപ്പർ ഒഴിവാക്കാൻ അവർ പലതും ശ്രമിച്ചു. അതായത് ഒരു പീരീഡ് ഓൾറെഡി പോയി, അത് MCQ വെച്ച് പോയി. MCQ കുഴപ്പമില്ല. അതാണ് രണ്ടാമത്തെ 5ാമത്തെ പീരീഡ് 3ഉം 5ഉം ആയിരുന്നു. 3ാമത്തെ പീരീഡ് പോയി. 5ാമത്തെ പീരീഡ് നമ്മളുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസുകൾ, ഡൗട്ട്സുകൾ ഉരന്ന് വന്നു. അതായത് ഡൗട്ട്സ് എല്ലാം നമ്മൾ വാദമെന്ന് പറഞ്ഞ് ആ ഡൗട്ടെല്ലാം കയറി ഒരു പീരീഡ് എടുത്തു. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ആ ഇന്നത്തെ ദിവസം കടന്നുപോയി. ടെസ്റ്റ് പേപ്പർ ഒഴിവായി, നൈസായിട്ട് ഒഴിവായി. കാരണം അത്ര കോൺഫിഡൻ്റ് അല്ല, അതെന്തായാലും ആദ്യമായിട്ട് പഠിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ നാളെ നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ലാസ്റ്റ് പീരീഡാണ്. ലാസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ തെറിച്ചില്ലെന്ന് പറയാം നമ്മുടെ സ്കൂളിൽ. അപ്പം അതൊക്കെ ഉള്ളൂ. അതായത് എനിക്ക് തോന്നുന്ന ഒരു സ്കൂളിൽ 7th പീരീഡ് ആവണ ഒരു 2:15 7th പീരീഡ് ആവുന്നത്. അന്ന് തൊട്ട് മഴ ചാരി തുടങ്ങി. ലാസ്റ്റ് സ്കൂളിൽ വിടാനായപ്പോൾ ലാസ്റ്റിലാണെന്നെല്ലാം കഴിഞ്ഞപ്പോൾ പെരുമഴ ഇവിടെ മാറിക്കൊണ്ടിരിക്കും. ആ വിഷ്വൽസ് എല്ലാം ആഡ് ചെയ്തത് ലാവിലത്തെ ചുമ്മാ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ലാവിലെ അങ്ങനെയായിരുന്നു. അതിന് ശേഷം നിങ്ങൾ കണ്ട വിഷ്വൽസ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, ഞാൻ ഉദ്ദേശിച്ച ഒരു ഡ്യൂറേഷൻ ഇതിന് വന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റേത് ഇനി 8:45. ഞാൻ എൻ്റെ രീതിയിൽ ടെസ്റ്റ് വായിച്ച് തീർത്തിട്ടേ ഞാൻ ഒന്ന് ഉറങ്ങുള്ളൂ. എന്ന് ഉറങ്ങിയിട്ട് നാളെ ഒരു 4:45 5 മണി 4:45 4:30 ഒരു എണീച്ചിട്ട് ഇന്ന് 4 മണിക്കായിരുന്നു. നാളെ ഒരു അരമണിക്കൂർ ലേറ്റായിട്ട് എണീച്ചിട്ട് ഇതെല്ലാം ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ലാസ്റ്റ് പീരീഡാണ്. ലാസ്റ്റ് പീരീഡ് ആയതുകൊണ്ട് തന്നെ 3 ഇൻ്റർവൽ കിട്ടും. 2 ഇൻ്റർവൽ ഒരു ലഞ്ച് ബ്രേക്ക് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ടീച്ചർ ആ ടീച്ചറിനെ അതിന് ചെയ്യാൻ പണി കൊടുക്കാൻ വേണ്ടി എന്നെ വിളിക്കൊണ്ട് പോകുന്ന അറിഞ്ഞുകൂടാ. അങ്ങനെയാണ്. സ്കൂളിൽ ID കാർഡിനുള്ള ഫോട്ടോസ് നമ്മൾ തന്നെ കൊടുക്കണം. സ്കൂൾ പോലും ഫോട്ടോഗ്രാഫർ വെച്ച് എടുക്കുന്നില്ല. അപ്പോൾ ID കാർഡ് കിട്ടേണ്ട ദിവസം എന്നാണെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ ഒരു പകുതി ഷൂട്ട് ചെയ്ത് വെച്ചേക്ക്. ID കാർഡ് കിട്ടിയ ദിവസം അത് ഡബ് ചെയ്തിട്ട് ആഡ് ചെയ്യും. സംഭവം എൻ്റെ കയ്യിൽ വെനസ്ഡേ വരെ ഇടമുള്ള ഷോർട്സ് ആയിട്ടുണ്ട്. അതിപ്പം അപ്ലോഡ് ആയി കാണാം. 5 മണിയാകുമ്പോൾ അപ്ലോഡ് ആയി കാണാം. നാളെയും മറ്റന്നാളും ഇടമുള്ള ഷോർട്സാണ്. കാരണം ഇത് ഞാൻ എൻ്റെ ശനിയാഴ്ച ഇടുള്ളൂ. കാരണം ഇതിപ്പോൾ മൊബൈലാണ് എഡിറ്റ് ചെയ്യണമെങ്കിലും ഇത് സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്ത് തംബ്നെയിൽ ഡിസൈൻ ചെയ്യണം. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത് ആകെ മറ്റേ ഫുഡ് കഴിക്കുന്നതിൻ്റെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. പിന്നെ സ്കൂളിൽ മൊബൈൽ അലോഡഡ് അല്ല. അതാണ് സ്കൂളിൻ്റെ വിശ്വാസം കാണാത്തത്. സ്കൂൾ പോക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് സ്കൂൾ പോക്ക് എടുക്കാൻ പറ്റുമോ ഞാൻ നോക്കാം. സ്കൂൾ അവിടെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റം വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇനി കുറച്ചും കൂടെ ഉള്ളൂ.
അപ്പോൾ ഞാൻ ആ പെൻഡിങ് പോർഷൻസ് കൂടെ തീർത്തിട്ട് വരാം. അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഇതിനെ വായിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇന്ന് രാവിലെ 4 മണിക്ക് എണീറ്റുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പോഴേ ഉറക്കം വരുന്നത്. പക്ഷെ ഈ വീഡിയോ എന്തായാലും ഞാൻ വൈകുന്നേരം വരെ, അതായത് അതപ്പോൾ തന്നെ നേരത്തെ ഞാൻ, അതായത് വൈകിട്ട് വന്ന ശേഷം ഒരു ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം കൊണ്ട് ഞാൻ അതെല്ലാം ടീച്ചറിനെ കാണിച്ച് കാണും. എനിക്ക് 2 സ്റ്റഡി ടേബിൾ ഉണ്ട് കേട്ടോ. അത് ചെയ്യുമ്പോൾ ഇതായിരുന്നു ആക്ച്വലി ഹോംവർക്ക്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനാണ്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ തന്നപ്പോഴേക്കും ബെല്ലടിച്ചു. അപ്പോൾ പിന്നെ ഇത് ഹോംവർക്കായിട്ട് തന്നെ ഇവിടെ ഇത് എഴുതിയിട്ടില്ല. ഇതെനിക്ക് ഡൗട്ടാണ്. അത് നാളെ തന്നെ ഞാൻ ക്ലിയർ ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റേതായാലും ഇനി ഇത് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് ഡാഫായിട്ട് സേവ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നിട്ട് തംബ്നെയിൽ ആവശ്യമുള്ള ഫോട്ടോസ് എടുക്കണം. തംബ്നെയിലാണ് ഞാൻ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അത് തന്നെ ഇത് മൊബൈൽ, ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് ഒറ്റ വീഡിയോ വരുമ്പോൾ നല്ല ഡ്യൂറേഷൻ വരും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡ്യൂറേഷൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എൻ്റെ നല്ല ഡ്യൂറേഷൻ വരും. ഇപ്പോൾ തന്നെ ഇത്ര മിനിറ്റിന് കൂടുതലായി. അപ്പോൾ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കാണില്ല. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഉടൻ സേവായ ഉടൻ തന്നെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം. എന്നിട്ട് ബാക്കി കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ എഡിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പം ഈ സ്കൂളും സ്റ്റഡീസിലും പോകണമെന്ന് ഞാൻ കമ്പ്യൂട്ടർ അധികം എടുക്കാറില്ല. മീൻസ് അത്ര എടുക്കാറില്ല. അപ്പോൾ ഇപ്പം മൊബൈലിൽ തന്നെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. മറ്റേ ആകുമ്പോൾ മൊബൈലിൽ നിന്നത് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തിട്ട് പിന്നെ എൻ്റെ എഡിറ്റിംഗ് ആപ്പിൽ ഫ്രീ ആയിട്ടാണ് അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അതിൽ 30 മിനിറ്റിൽ കൂടുതൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്രീമിയം എടുക്കണം. അതുകൊണ്ട് തന്നെ പിന്നെ MB കൂടുതലാണെങ്കിൽ അത് ഇത്ര MB മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം കണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ലോങ് വീഡിയോ നമുക്ക് നോക്കാം. തക്കടെ ഷോർട്സ് വെച്ച് ഞാൻ പോകും. അപ്പോൾ ബൈ.